ഹലോ, ഇത്തവണ സഞ്ജു കണ്ടുപിടിച്ച പുതിയ സ്ഥലത്തേക്കാട്ടോ ഞങ്ങൾ ഇന്ന് പോണത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. വീക്കെൻഡ്സിൽ ഒരു 2-2:30 ആകുമ്പോൾ ഇറങ്ങിയാൽ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉള്ള ടൈമിൽ ഇവിടെ എത്താം. പിന്നെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. പെർ ഹെഡ് 25 ബൈക്കിനാണെങ്കിൽ 10. പിന്നെ എൻട്രി ഗേറ്റ് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കുമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞങ്ങളെ കയറ്റി വിട്ടത്. കയറി ചെന്നത് തന്നെ ഒരു അമ്പലത്തിന്റെ ഒരു എൻട്രി പോലത്തെ സ്ഥലത്തേക്കാട്ടോ. ഇവിടെ ചെരുപ്പ് വെക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട്, പക്ഷെ അവിടെ വെക്കരുത് ഗൈസ്. എന്റെ കാലിന്റെ അടിഭാഗം അവിടെ തന്നെ ഉണ്ടോന്ന് എനിക്കിപ്പോ സംശയമാണ്. പിന്നെ അങ്ങോട്ട് ഫുൾ സ്റ്റെപ്സ് ആണ് കേട്ടോ. ആൻഡ് നിറയെ ചെറിയ ചെറിയ പ്രതിഷ്ഠകളും കാണാൻ പറ്റും. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്ത് അവസാനം സൈഡിലായിട്ട് ഒരു അമ്പലമുണ്ട്. അവിടെ വേണേ നമുക്ക് ചെരുപ്പൂരി അമ്പലത്തിലൊക്കെ കയറാട്ടോ. പക്ഷെ ഇതല്ല കേട്ടോ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമുക്ക് ഇവിടെ നിന്ന് ഇനിയും പോവാനുണ്ട്. ആൻഡ് മേളിലേക്ക് ചെല്ലുന്തോറും ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ, ആ കാറ്റും നല്ലൊരു തണുപ്പും ശരിക്കും റിഫ്രഷിംഗ് ആയിരുന്നു. പക്ഷെ ദേ ഇവിടെ എത്തിയപ്പോ ഞാനൊന്ന് സ്റ്റക്കായി. ഭയങ്കര കയറ്റവും പോരാത്തതിന് ഒട്ടുക്കത്തെ കാറ്റും. ഒരു ഇച്ചിരി വെയിറ്റ് കുറവായിരുന്നേ ഞാൻ ചിലപ്പോ പറന്നു പോയേനെ. എന്തായാലും കഷ്ടപ്പെട്ട് കേറിയോണ്ട് ഈ കിഡിലെ വ്യൂ കാണാൻ പറ്റി. എന്നെ കാറ്റായിരുന്നറിയോ, പോരാത്തതിന് ഒട്ടുക്കത്തെ വ്യൂ. എന്തായാലും നല്ല നൈസ് ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ദേ ചെറിയ തടാകം കൂടെ ആയപ്പോ കംപ്ലീറ്റ് ആയിട്ടും പൊളിച്ചു. അല്ല, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇതാണ് ദേവർബട്ട ഹിൽസ്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. വരാൻ പറ്റുന്നവരെല്ലാരും വന്ന് കാണണം. അങ്ങോട്ട് പോകുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. തിരിച്ചിറങ്ങുന്നത് കുറച്ച് ടഫായിരുന്നു. കാലൊക്കെ ഞങ്ങൾക്ക് ശരിക്കും വേദന എടുത്ത് തുടങ്ങിയായിരുന്നു. പോരാത്തതിന് ചെരുപ്പില്ലല്ലോ. അവസാനം 5:30-5:15 ആയി ഞങ്ങൾ താഴെ എത്തിയപ്പോ. പക്ഷെ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അവര്. അങ്ങനെ അവസാനം ഞങ്ങൾ വീട്ടിലെത്തി. ഓക്കെ, ബൈ.